ആദാബ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഹവായി ജഹാസ് എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, തഅലീമി സർഗർമിയ. ആദ്യത്തേത് നസ്മ ഹവായി ജഹാസ് ഓർ സേ പഠേ ഓർ മുഖ്തലിഫ് തർജ്മേ ഗായി. എന്താ പറഞ്ഞത്? ഹവായി ജഹാസ് എന്നുള്ള നസ്മ ശ്രദ്ധയോടുകൂടെ വായിക്കാം, എന്നിട്ട് എന്ത് ചെയ്യണം? വ്യത്യസ്ത രീതിയിൽ ആലപിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വ്യത്യസ്തമായ രീതികളിലൊക്കെ ഈ പാഠഭാഗം അവതരിപ്പിക്കുക. ഇനി രണ്ടാമത്തേത് ബച്ചോ നസ്മ പഠിക്കർ സവാലോं के जवाब लिखे. എന്താ പറഞ്ഞത്? കുട്ടികളെ, ഈ കവിത വായിച്ചിട്ട് അല്ലെങ്കിൽ ഈ പദ്യം വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാം. നോക്കൂ, ആദ്യത്തേത് ഹവായി ജഹാസ് കോ ലോഹെ കി ചീൽ ക്യോं कहते हैं. നമ്മുടെ ഹവായി ജഹാസിനെ എന്തുകൊണ്ടാണ് ലോഹെ കി ചീൽ അഥവാ ചീൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരുന്ത്. ലോഹെ കി ചീൽ എന്ന് പറഞ്ഞാലോ ഇരുമ്പ്, അല്ലേ? ഇരുമ്പ് കൊണ്ടുള്ള പരുന്ത് എന്ന് എന്തുകൊണ്ടാണ് ഹവായി ജഹാസിനെ പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത് നമുക്കറിയാം, അല്ലേ? അതിൻ്റെ രൂപം, നമ്മുടെ വിമാനത്തിൻ്റെ രൂപം ഏകദേശം ആ ഒരു പരുന്തിൻ്റെ ആകൃതിയിലാണ്. അതുപോലെ തന്നെ പരുന്ത് ആകാശത്തിൻ്റെ ഉയരങ്ങളിൽ പറക്കുന്നത് പോലെ നമ്മുടെ ഹവായി ജഹാസും ആകാശത്തിൻ്റെ ഉയരങ്ങളിലാണ് പറക്കുന്നത്, അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? നോക്കൂ, ക്യോങ്കി ഹവായി ജഹാസ് की शिकल, हवाई जहाज़ की शिकल अथवा रूपम एक चील की तरह है. ഒരു പരുന്തിനെ പോലെയാണ്, അല്ലേ? ഓർ ഹവായി ജഹാസ് ചീൽ കെ ജൈസെ അഥവാ പരുന്തിനെ പോലെ ആസ്മാൻ കി ബുലന്ദിയാ പർ ഉഡ്തേ ഹെ, അല്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരമായി എഴുതിയിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഹവായി ജഹാസിൻ്റെ ഷിക്കിൽ അഥവാ രൂപം എന്താണ്? ഒരു പരുന്തിനെ പോലെയാണ്. അതുപോലെ തന്നെ അത് ഹവായി ജഹാസ് ചീലിനെ പോലെ ആകാശത്തിൻ്റെ ഉയരത്തിൽ പറക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം. അടുത്തത് ഹവായി ജഹാസ് ഹവാ മേ കൈസ ഉഡ്താ ഹെ. എന്താണ് ചോദ്യം? ഹവായി ജഹാസ് വായുവിൽ എങ്ങനെയാണ് പറക്കുന്നത് എന്നാണ്. നമുക്കറിയാം ഹവായി ജഹാസിന് അതിൻ്റെ വിങ്സ് ഉണ്ട്, അല്ലേ? അഥവാ എയറോഫിൽസ് എന്ന് പറയും. അതുപയോഗിച്ചാണ് എന്ത് ചെയ്യാറുള്ളത്? വായുവിൽ പറക്കുന്നത്. അപ്പം നമുക്കതിനെ എങ്ങനെ ഉത്തരമായി എഴുതാം? നോക്കൂ, ഹവായി ജഹാസ് ഹവാ മേ इसके പരോം സേ ഉഡ്താ ഹെ. ഇതിൻ്റെ ചിറകുകൾ കൊണ്ടാണ്. ഹവായി ജഹാസ് വായുവിൽ അതിൻ്റെ ചിറകുകൾ കൊണ്ടാണ് പറക്കുന്നത്. അടുത്തത് നോക്കൂ, നസ്മ ഹവായി ജഹാസ് മേ ചന്ദ് ഹമാവാസ് അൽഫാസ് ഹെ ചുൻകർ ലിഖെ. എന്താ പറഞ്ഞത്? ഹവായി ജഹാസ് എന്ന നസ്മിൽ ഹമാവാസ് അൽഫാസുകളുണ്ട്. കുറച്ച് ഹമാവാസ് അൽഫാസുകളുണ്ട്, തിരഞ്ഞെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഹമാവാസ് അൽഫാസ് കണ്ടുപിടിക്കാനൊക്കെ അറിയുമല്ലോ. എങ്കിലും 1-2 പറയാം. ഇതാ ഇവിടെ നോക്കൂ, സംജൂങ്ക, ചലാവുങ്ക, കണ്ടോ? ഇങ്ങനെയുള്ള ഹമാവാസ് അൽഫാസുകളുണ്ട്. ഇതാ ഇവിടെ ഉച്ചൽനേ ലഗ, കഹനേ ലഗ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തായി എഴുതാം? ഹമാവാസ് അൽഫാസുകളായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ ബാക്കിയുള്ള ഹമാവാസ് അൽഫാസുകളും കൂടെ നിങ്ങൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നോക്കൂ, ഇതാ അടുത്തത് പറഞ്ഞത് ബച്ചോ നസ്മ ഔർ സേ പഠിയേ എന്നാണ്. ഈ നസ്മ ശ്രദ്ധയോടുകൂടെ വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, സൈക്കിൾ ഹേയെ കിത്തനി പ്യാരി ദേത്തി ഹേയെ ഹൂബ് സവാരി പെഡൽ മാരോ ഉഡ് ജാത്തി ഹേ हैंडल मोड़ो मुड़ जाती है ब्रेक दबावो तो रुकती है ब्रेक न दो तो लड़ सकती है एक अच्छी सी घंटी भी है चुप रहती है बजती भी है. ഇപ്പോൾ നമ്മുടെ
ഈ സൈക്കിളിനെ കുറിച്ചുള്ള പദ്യമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലായില്ലേ. ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? സൈക്കിൾ ഹേ യേ കിത്തനി പ്യാരി ദേത്തി ഹേ യേ ഖൂബ് സവാരി. അഥവാ യേ സൈക്കിൾ കിത്തനി പ്യാരി ഹേ എന്നാണ് പറഞ്ഞത്. യേ സൈക്കിൾ, ഈ സൈക്കിള് എത്ര പ്രിയപ്പെട്ടതാണ്. പിന്നെ യേ ഖൂബ് സവാരി ദേത്തി ഹേ, ഇത് നല്ല സവാരി നമുക്ക് തരുന്നു അല്ലേ. യേ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. യേ ഖൂബ് സവാരി ദേത്തി ഹേ. പെഡൽ മാരോ ഉഡ് ജാത്തി ഹേ. പെഡൽ പറഞ്ഞ ഏതാണ്? കാല് വെച്ച് നമ്മളിങ്ങനെ ചവിട്ടുന്ന ആ ഒരു സംഭവമാണ്. അപ്പോൾ ആ പെഡലിൽ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? സൈക്കിൾ പറന്നു കൊണ്ടുപോകുന്നു അല്ലേ, അഥവാ അത് ഓടാൻ തുടങ്ങുന്നു. അടുത്തത് ഹാൻഡിൽ മോഡോ മുഡ് ജാത്തി ഹെ. ഹാൻഡിൽ തിരിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സൈക്കിള് തിരിഞ്ഞു പോകുന്നു. ബ്രേക്ക് ദബാവോ തോ രുക്തി ഹെ. ബ്രേക്ക് അമർത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രേക്കിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അത് നിൽക്കുന്നു. ബ്രേക്കിന് ദോത്തോ ലഡ് സക്തി ഹെ. ബ്രേക്ക് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇടിക്കും അല്ലേ. ബ്രേക്ക് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? അതെവിടെയെങ്കിലും പോയി ഇടിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. ഇനി ഏക് അച്ചി സി ഗണ്ടി ബി ഹേ. അതിനൊരു നല്ല ബെല്ലുമുണ്ട്. ബെല്ലടിക്കണ കേട്ടിട്ടില്ലേ അല്ലേ? സൈക്കിളിൻ്റെ ബെല്ല്, നല്ലൊരു ബെല്ലുണ്ട്. ചുപ് രഹത്തി ഹേ ബജ്തി ബി ഹേ. അത് മിണ്ടാതിരിക്കുകയും ചെയ്യും, അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? അടിക്കുകയും ചെയ്യും. അഥവാ നമ്മൾ അതിൽ തൊടുമ്പോഴാണ് എന്ത് ചെയ്യാറുള്ളൂ? അതിങ്ങനെ ബെല്ലടിക്കുള്ളൂ അല്ലേ. അല്ലാത്ത സമയത്ത് അത് എന്ത് ചെയ്യും? സൈലൻ്റായി അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുപ് രഹത്തി ഹേ മിണ്ടാതിരിക്കുന്നു. ബജ്തി ബി ഹേ പിന്നെയോ ആവശ്യമുള്ള സമയത്ത് അത് ഗണ്ടി എന്ത് ചെയ്യാറുണ്ട്? ആ ബെല്ല് മുഴങ്ങുകയും ചെയ്യുന്നു. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ബച്ചോ ഇസ് നസ്മ മേ സൈക്കിൾ കെ ബാരെ മേ ബയാൻ കിയാ ഗയാ ഹെ. അത് നമുക്ക് മനസ്സിലായതാണ് അല്ലേ. ഈ നസ്മിൽ സൈക്കിളിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. നസ്മ പഠിക്കർ സൈക്കിൾ കെ ബാരെ മേ ചന്ദ് ജുംലെ ലിഖെ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ നസ്മ വായിച്ചതിന് ശേഷം സൈക്കിളിനെ കുറിച്ച് കുറച്ച് ജുംല തയ്യാറാക്കാനാണ് പറയുന്നത്. ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, സൈക്കിൾ കി തനി പ്യാരി ഹെ. നമ്മുടെ ഈ വരി എന്നാണത്. ഏ അല്ലേ, ഏ സൈക്കിൾ കി തനി പ്യാരി ഹെ എന്ന് എഴുതാം. അതിൽ ഏ ഒഴിവാക്കിയിട്ട് സൈക്കിൾ കി തനി പ്യാരി ഹെ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ഈ വരിയിൽ നിന്ന് എങ്ങനെ എഴുതാൻ പറ്റും? ഏ ഹൂബ് സവാരി ദേത്തി ഹെ എന്ന് എഴുതാം, അല്ലെങ്കിൽ സൈക്കിൾ ഹൂബ് സവാരി ദേത്തി ഹെ എന്ന് എഴുതാം. പറ്റില്ലേ? അങ്ങനെ എഴുതാം അല്ലേ നമുക്ക്. സൈക്കിൾ खूब सवारी देती है. പിന്നെ इसको പെഡൽ ഓർ ഹാൻഡിൽ ഹേ അല്ലേ. പെഡൽ ഉണ്ട്, അതുപോലെ തന്നെ ഹാൻഡിലും ഉണ്ട്. സൈക്കിൾ കോ ഏക അച്ചി ഗണ്ടി ബി ഹേ. അതിനൊരു നല്ല ബെല്ലും ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്കിതല്ലാതെ വീണ്ടും ഈ കവിത, ഈ നസ്മ വായിച്ചതിന് ശേഷം വേറെ എന്തൊക്കെയാണോ എഴുതാൻ തോന്നുന്നത് അതൊക്കെ എഴുതാം. ഓക്കെ, ഞാനിതിൽ എഴുതിയിട്ടുള്ളത് പെഡലുണ്ട്, ഹാൻഡിലുണ്ട് എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെഡൽ ചവിട്ടിക്കഴിഞ്ഞാൽ അത് ഒരുപാട് വളരെ സ്പീഡിൽ പോകുന്നതും, അതുപോലെ തന്നെ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് വണ്ടി നിൽക്കുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് എഴുതുകയും ചെയ്യാം. ഓക്കെ, ഞാനിതിൽ വളരെ സിമ്പിളായിട്ടേ എഴുതിയിട്ടുള്ളൂ. അടുത്ത പ്രവർത്തനം, ഗാഡിയോ കി തസ്വീർ ദേഖിയേ. ചിത്രങ്ങൾ നോക്കൂ, വാഹനങ്ങളുടെ ചിത്രങ്ങൾ നോക്കൂ. സഹീഹ് ജോഡ് പെഹ്ചാൻ കർ ജുംലെ ബനായി. ശരിയായ ജോഡി തിരിച്ചറിഞ്ഞ് ജുംലയാക്കി എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഏതൊക്കെ വാഹനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്? ഇവിടെ ഹവായി ജഹാസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ജഹാസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയോ റെയിൽ ഗാഡി കൊടുത്തിട്ടുണ്ട്, അതിന് താഴെയായിട്ട് ബസ്സും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ഇപ്പുറത്ത് എന്താ കൊടുത്തിട്ടുള്ളത്? ഇവിടെ റെയിൽവേ സ്റ്റേഷൻ, ഹവായി അഡ്ഡ, അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡ്, അതുപോലെ ബന്ദർഗാഹ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ജോഡിയാക്കേണ്ടതെന്നുള്ളത്. വാഹനങ്ങളുടെ പേരും അത് നിൽക്കുന്ന സ്ഥലവുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാച്ച് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഇത് മാച്ച് ചെയ്യാൻ നമുക്കറിയാലോ. ജഹാസ് എവിടെയാണുള്ളത്? ജഹാസാണ് ബന്ദർഗാഹിലുള്ളത് അല്ലേ, നമുക്കറിയാം. അതുപോലെ തന്നെ ബസ് ബസ് സ്റ്റാൻഡിലാണ്, അതുപോലെ തന്നെ ഹവായി ജഹാസ് ഹവായി അഡ്ഡയിലാണ്. ഇനി ഇവിടെ റെയിൽ ഗാഡി റെയിൽവേ സ്റ്റേഷനിലാണ്. ഇനി നമ്മൾ മാച്ച് എങ്ങനെയാണ് ജുംലയാക്കേണ്ടത്? ജഹാസ് ബന്ദർഗാഹ് പർ രുക്താ ഹേ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ കൊണ്ടില്ലേ, ജഹാസ് ബന്ദർഗാഹ് പർ രുക്താ ഹേ. ഇനി ഇതുപോലെ നമ്മൾ എങ്ങനെ എഴുതും? ഇനി നോക്കൂ, നമുക്ക് ഹവായി
ജഹാസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. ഹവായി ജഹാസ് ഹവായി അഡ്ഡ पर रुकता है. ഓക്കെ, ഇനി അടുത്തത് ജഹാസിൻ്റെ അവിടെ ഉണ്ട്. റെയിൽ ഗാഡി ആണെങ്കിലോ റെയിൽ ഗാഡി റെയിൽവേ സ്റ്റേഷൻ पर रुकता है, അഥവാ റെയിൽ ഗാഡി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു. ബസ് ആണെങ്കിലോ ബസ് സ്റ്റാൻഡ് पर रुकता है. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ജുംല തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഈ അടുത്ത പ്രവർത്തനം ബച്ചോ പഹേലി ബൂജിയെ എന്നുള്ളതാണ്. കുട്ടികളെ, ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? കടങ്കഥ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഉത്തരം നമ്മൾ കണ്ടുപിടിക്കണം. ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 2 കോളത്തെ നമുക്ക് വായിക്കാം, എന്നിട്ട് നമുക്ക് പറയാം അല്ലേ ആരാണെന്നുള്ളത്. നോക്കൂ, മേ ദോ പഹിയോ വാലി ഗാഡിയും, ഞാൻ 2 ചക്രമുള്ള വാഹനമാണ്. ട്രിൻ 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 കർത്തിയും, ട്രിൻ 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 എന്ന് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നു. സഡ്കോം പർമി ചൽത്തിയും, റോഡിലൂടെ ഞാൻ പോകുന്നു. ബോലോ ബോലോ മേ കോൻ ഹും, പറയൂ ഞാൻ ആരാണെന്ന് നമുക്കറിയാം അല്ലേ. ഇനി ഇവിടെ നോക്കൂ, ചുക് 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 കർത്തിയും, ചുക് 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 എന്ന് ശബ്ദം ഉണ്ടാക്കുന്നു. പടരി പർമേ ചൽത്തിയും, ഞാൻ പാളത്തിലൂടെ പോകുന്നു. സീറ്റി ബജാത്തി ജാത്തിയും, അഥവാ വിസിൽ മുഴക്കിക്കൊണ്ട് ഞാൻ പോകുന്നു. ബോലോ ബോലോ മേ കോൻ ഹും, പറയൂ ഞാൻ 2 പേരിൻ്റെ ഉത്തരവും നമുക്കറിയാം. ഇതാരാണ്? യെസ്, ഇത് സൈക്കിളാണ്. അതേപോലെ തന്നെ ഇത് റെയിൽ ഗാഡി ആണ് അല്ലേ. 2 നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യാം? വേറെ വാഹനങ്ങളെ കുറിച്ച് ഇതുപോലെ ചെയ്യാം. നമ്മൾ ഒരു ബൈക്കിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തന്നെ എഴുതാം. മേ ദോ പഹിയോ വാലി ഗാഡി ഹും. പിന്നെയോ അതിൻ്റെ ശബ്ദം എന്താ? പോം 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 കർത്തിയും, പോം പോം ശബ്ദം ഉണ്ടാക്കും അല്ലേ. പിന്നെ എന്ത് ചെയ്യുന്നത്? ഇതിനെ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം? പോം പോം എന്നാക്കാം, പറ്റില്ലേ? ഇനി സഡ്കോം പർമേ ചൽത്തിയും ബോലോ ബോലോ മേ കോൻഹും, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതെന്തായി? നമ്മുടെ മോട്ടോർ സൈക്കിളിനെ കുറിച്ചുള്ള ഒരു പഹേലിയായി. അപ്പോൾ ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള പഹേലികൾ നിങ്ങൾക്ക് നിർമ്മിച്ച് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കാം. ഇനി അടുത്ത പ്രവർത്തനം ഇതാണ്. ബച്ചോ പഠിയേ സംജിയേ, കുട്ടികളെ വായിക്കൂ മനസ്സിലാക്കൂ അല്ലേ. മനസ്സിലാക്കൂ എന്നുള്ളതാണ്. നോക്കൂ, ബച്ചേ ബാജ ബജാത്തേ ഹേ, എന്താ അർത്ഥം? കുട്ടികൾ വാദ്യാഘോഷം മുഴക്കുന്നു. അടുത്തത് ലഡ്കേ ഡോൾ ബജാത്തേ ഹേ, ആൺകുട്ടികൾ ചെണ്ട കൊട്ടുന്നു. അതുപോലെ തന്നെ ബച്ചേ താലി ബജാത്തേ ഹേ, കുട്ടികൾ ക്ലാപ്പ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ ബജാത്തേഹേ എന്നുള്ളതിന് ഓരോന്നിലും ഓരോരോ അർത്ഥങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ ബജാത്തേഹേ എന്നുള്ളത് നോക്കൂ, ഇതിൽ ബജാത്തേഹേ എന്ന് പറഞ്ഞാൽ വാദ്യാഘോഷം മുഴക്കുന്നു എന്നായി. ഇതിൽ ചെണ്ട കൊട്ടുന്നതിന് നമ്മൾ എന്താ പറഞ്ഞത്? ഡോൾ ബജാത്തേഹേ എന്നാണ് പറയുന്നത്. താലി ബജാത്തേഹേ, കൈയടിക്കുക എന്നുള്ളതിന് എന്താ പറഞ്ഞത്? താലി ബജാത്തേഹേ. അപ്പോൾ ഇങ്ങനെ ബജാത്തേഹേം എന്നുള്ളതിന് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ എന്താണ്? വ്യത്യസ്ത അർത്ഥങ്ങളാണ് വരുന്നത്. അഥവാ ശബ്ദമുണ്ടാക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് ഇതിലൊക്കെ വരുന്നത്. ഇപ്പോൾ സീറ്റി ബജാന, വിസിലടിക്കുക, മനസ്സിലായോ? നമ്മളിപ്പോൾ റെയിൽ ഗാഡിൻ്റെ പഠിച്ചില്ലേ, സീറ്റി ബജാക്കർ ജാത്തിഹേ എന്ന്. അപ്പോൾ ഈ ബജാത്തേഹേം എന്നുള്ളതിന് ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വേർഡാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സന്ദർഭത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ ഇതിൽ വരുന്നുണ്ട്. രണ്ടാമത്തെ നോക്കൂ, ഹവായി ജഹാസ് ഗർജിതാ ഹുവ ഉടുത്താഹെ, ഹവായി ജഹാസ് ഗർജിച്ചുകൊണ്ട് പറക്കുന്നു. ഗർജിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദം മുഴക്കിക്കൊണ്ട്. അതുപോലെ തന്നെ ഹവായി ജഹാസ് സൻസനാത്താ ഹുവ ഉടുത്താഹെ, അതും അത് തന്നെയാണ്. സൻസനാത്താ ഹുവ എന്ന് പറഞ്ഞാലും എന്താണ്? ശബ്ദം മുഴക്കിക്കൊണ്ട് എന്നാണ് പറയുന്നത്. ഹവായി ജഹാസ് ദന്ദനാത്താ ഹുവ ഉടുത്താഹെ, അതും ഇത് തന്നെയാണ്. ശബ്ദം മുഴക്കിക്കൊണ്ട് ആഘോഷത്തോടുകൂടെ പറക്കുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഗർജിത്ത, സൻസനാത്ത, ദന്തനാത്ത എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരേ മീനിങ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി പ്രവർത്തനം നോക്കൂ. ബച്ചോ നീച്ചെ ചന്द സൈൻ ബോർഡ് ഹേ, ഉൻകോ പഹ്ചാനിയെ ഓർ ലിഖിയെ, എന്താണ്?
താഴെ കുറച്ച് സൈൻ ബോർഡുകളുണ്ട്, അവ തിരിച്ചറിഞ്ഞ് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബായേ മുടേൻ, എന്താ ബായേ മുടേൻ? ബായേ എന്ന് പറഞ്ഞാൽ ഏതാണ് ഭാഗം? ഇടത് ഭാഗം. ഇടത് ഭാഗത്തേക്ക് തിരിയൂ എന്നാണ് പറയുന്നത്, അഥവാ ടേൺ ലെഫ്റ്റ് ആണ് ഉദ്ദേശിച്ചത്. ഇനി ഇവിടെ ദായേ മുടേ എന്ന് പറഞ്ഞാൽ ടേൺ റൈറ്റ് എന്നുള്ള അർത്ഥമാണ്. യഹാ രുഖേ എന്ന് പറഞ്ഞാൽ ഇവിടെ നിർത്തുക, അഥവാ സ്റ്റോപ്പ് എന്നുള്ള അർത്ഥമാണ്. സ്കൂൾ സോൺ എന്ന് പറഞ്ഞാൽ സ്കൂൾ മേഖല, അല്ലേ? സ്കൂളിൻ്റെ മേഖല. അപ്പോൾ ഈ സൈൻ ബോർഡുകളും ചിത്രങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്നും അതിൻ്റെ താഴേക്ക് എഴുതാൻ അറിയുമല്ലോ. ഇവിടെയാണ് എന്ത് വരിക? യഹാ രുഖേ എന്നുള്ളത് ഇവിടെ വരുന്നു. അതുപോലെ സ്കൂൾ സോൺ ഇവിടെ വരുന്നു. അതുപോലെ തന്നെ ദായേ മുടേ ബായേ മുടേ അതും വരുന്നുണ്ട്, അല്ലേ? ഇത് റൈറ്റിലേക്കുള്ളതിലേക്ക് ഇതാ ഇവിടെ വരുന്നു, ഇവിടെ ഇതും വരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. ഇത് നിങ്ങൾ എഴുതുക. ഇതിൽ ദീഗർ സർഗർമിയാണ്. ദീഗർ സർഗർമി ഇതാണ്. ഗാഡിയോ കാ ആൽബം തയ്യാർ കരേം ഓർ അപ്നി പസന്ദീദ ഗാഡി പർ ജുംലെ ലിഖേ. എന്താ പറഞ്ഞത്? വാഹനങ്ങളുടെ ആൽബം തയ്യാറാക്കുക, ചിത്രങ്ങളൊക്കെ ശേഖരിച്ച് ആൽബം തയ്യാറാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാഡിയെക്കുറിച്ച് ജുംല എഴുതുക. അപ്പോൾ ഇതോടുകൂടെ ഈ പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും തീർന്നിരിക്കുകയാണ്. അടുത്ത പാഠവുമായിട്ട് വീണ്ടും വരാം. ഹുദാ ഹാഫിസ്.